വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് ഫംഗസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ജീനസ് ആയിട്ടുള്ള പ്ലൂറോട്ടസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, അവയുടെ എക്കണോമിക് ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വിത്ത് അവയുടെ എക്സാമ്പിൾസും ആണ്. സോ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അറ്റ് ഫസ്റ്റ് ഈ ഒരു പ്ലൂറോട്ടസിന്റെ ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കിയൽ ഓർഡർ നമുക്ക് നോക്കാം. ഓയിസ്റ്റർ മഷ്റൂം എന്നും കൂടി ഒരു പ്ലൂറോട്ടസിന് കോമൺ ആയിട്ട് പറയുന്നുണ്ട്. സോ ദേ ബിലോങ്സ് ടു ദ കിങ്ഡം ഫംജൈ, ദ ഫൈലം ബെസീഡിയോമൈക്കോട്ട, ക്ലാസ് അഗാരിക്കോമൈസിറ്റ്സ്, ഓർഡർ അഗാരിക്കേൽസ്, ഫാമിലി പ്ലൂറോട്ടേസിയേ, ജീനസ് പ്ലൂറോട്ടസ്. അതിൽ വരുന്ന ഒരു സ്പീഷീസിന് എക്സാമ്പിൾ ആണ് പ്ലൂറോട്ടസ് ഓസ്ട്രിയാറ്റസ് എന്ന് പറയുന്നത്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നോക്കാം. അവ commonly known as oyster mushrooms ആണ്. Then they predominantly grow as saprotrophs on dead or decaying wood. Okay, dead ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് സാപ്രോട്രോപ്സ്. മെജോറിറ്റി മഷ്റൂംസ് ഒക്കെ സാപ്രോട്രോപ്സ് ആണ്. then അവയുടെ ബോഡി സ്ട്രക്ചേഴ്സ് നോക്കിയാൽ അവയുടെ ക്യാപ്പ് അല്ലെങ്കിൽ പൈലസ്, മുകളിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ, അതാണ് പൈലിയസ് അല്ലെങ്കിൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ക്യാപ്പ് ആർ ടിപ്പിക്കലി ബ്രോഡ് ആണ്. then it's a fan shaped, കിഡ്നി ഷേപ്ഡ് ഓർ ഓയസ്റ്റർ ഷേപ്ഡ്. പല ഷേപ്പിലും ഈ ഒരു ക്യാപ്പ് കാണുന്നുണ്ട്. then they usually grow in shelf like അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ക്ലസ്റ്റേഴ്സ്. ഇതാ ഒരു കുമിൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മഷ്റൂം ഉണ്ടാകുമ്പോൾ കുറെ ക്ലസ്റ്റേഴ്സ്, ഓവർലാപ്പ് ആയിട്ടുള്ള കുറെ ക്ലസ്റ്റേഴ്സ് പോലെയാണ് കാണുന്നത്. ഓക്കെ, then അവയുടെ ക്യാപ്പിന്റെ കളർ, ആ ഒരു ക്യാപ്പ് കളർ എന്ന് പറയുന്നത് സ്പീഷീസ് ബൈ സ്പീഷീസ് വേരി ചെയ്യുന്നുണ്ട്. ചിലത് വൈറ്റ് ആയിരിക്കാം, സം ആർ ഗ്രേ ആൻഡ് ലൈറ്റ് ടാൻ ടു വൈബ്രന്റ് യെല്ലോ ആൻഡ് പിങ്ക് കളറിൽ വരുന്ന എക്സാമ്പിൾസ് വരെയുണ്ട്. അവയുടെ പിക്ചേഴ്സ് ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ അവയുടെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റൈപ്പ് ആണ്. ഈ കാണുന്ന ഈ ഒരു റീജിയൻ, ഈ ഒരു പിക്ചറിലാണെങ്കിൽ ഈ ഒരു റീജിയൻ ആണ് അവയുടെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റൈപ്പ് എന്ന് പറയുന്നത്. മെജോറിറ്റി ആൾക്കാരിലും സ്റ്റെം വളരെ ഷോർട്ട് ആണ്. ഓക്കെ, സ്റ്റെം ഈസ് ഓഫൺ വെരി ഷോർട്ട്, സ്റ്റെബി ഓർ ചിലതിൽ എൻറ്റയർലി ആബ്സെന്റ് ആണ്. ഇനി ഒരു പ്രസന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ലാറ്ററലി ടു ദ വുഡ്. ഓക്കെ, ലാറ്ററലി ആണ് ഇവർ ആ ഒരു വുഡിൽ, ഏത് വുഡിലാണോ, ഏത് ഡെഡ് ആയിട്ടുള്ള വുഡിലാണോ ഉള്ളത്, ആ ഒരു വുഡിൽ ലാറ്ററലി ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നോട്ട് സെൻട്രലി ബിനീത് ദ ക്യാപ്പ്. ക്യാപ്പിന്റെ താഴെ സെൻട്രലി അവർ എന്ത് ചെയ്തിട്ടില്ല, അറ്റാച്ച് ചെയ്തിട്ടില്ല. ലാറ്ററലി മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ബേസിൽ ചില സമയത്ത് ഹെയർസ് പ്രസന്റ് ആണ്. ഓക്കെ, ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്ട്രക്ചർ ആണ് ഗിൽസ് അല്ലെങ്കിൽ ലമല്ലെ എന്ന് പറയുന്നത്. ഗിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മഷ്റൂമിൽ കാണുന്ന ഈ ഒരു റേഡിയലി വരച്ചിരിക്കുന്ന ഈ ഒരു വരകളില്ലേ, ഗിൽസ് പോലെ കാണുന്ന ആ ഒരു ഗിൽസ് ആണ്. ഗിൽസ് ആർ വൈറ്റ് ടു ക്രീമി കളറാണ്. വൈറ്റ് മുതൽ ക്രീമി വരെയുള്ള കളേഴ്സ് ഉണ്ടാകും. ചിലതിൽ പെയിൽ ലൈലാക്ക് അല്ലെങ്കിൽ യെല്ലോ ടിൻറ്റ് കളേഴ്സ് ഉണ്ടാകും. അത് ഓരോ കേസിലും ഓരോന്നാണ്. ഇനി അതിന്റെ ആ ഒരു ലെങ്ത് ഒക്കെ ഡിക്കറന്റ് ആണ്. ദേ റൺ ഡൗൺ ദ സ്റ്റെംസ് ലെങ്ത്. ഓക്കെ, സ്റ്റെംസ് എത്ര വരെയാണോ ഉള്ളത്, സ്റ്റെമ്മിന്റെ ലെങ്ത് എത്രയാണോ അതുവരെ ഈ ഒരു ഗിൽസ് താഴോട്ടേക്ക് ഇങ്ങനെ പോകും. Okay, they are typically crowded or densely spaced. അവ അടുപ്പിച്ചടുപ്പിച്ച് അത്രയും അടുപ്പിച്ചിട്ടാണ് ഈ ഒരു ഗിൽസ് കാണുന്നത്. then അവയുടെ ഫ്ലഷ്, അവയുടെ ആ ഒരു ഇറച്ചി, ആ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഫ്ലഷ് എന്ന് പറയുന്നത് മെജോറിറ്റിയിൽ വൈറ്റ് ഫോം ആൻഡ് ഹാസ് എ തിക്ക് മീറ്റി ആൻഡ് സക്യുലന്റ് സ്ട്രക്ചർ. കുറച്ച് തിക്ക് ആയിട്ടുള്ളതായിരിക്കും അവയുടെ എഡിബിൾ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ, കഴിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്. then നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്പോർ പ്രിന്റ് ആണ്. അവയുടെ സ്പോർസ് ലൈറ്റ് കളേർഡ് ആണ്. ചില കേസിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈലാക്ക് ഗ്രേ അല്ലെങ്കിൽ ഫെയിൻലി യെല്ലോയിഷ് ആയിട്ടുള്ള ആൾക്കാരും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ. അവയിൽ വരുന്ന ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് ആണ് എല്ലാ പ്ലൂറോട്ടസ് സ്പീഷീസും കാർണിവോറസ് ആണ്. അതായത് അവയുടെ മൈസീലിയ ഉപയോഗിച്ചിട്ട് അവയ്ക്ക് ചില നെമറ്റോഡ്സ്, അതായത് സ്മോൾ വേംസിനെ ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു നെമറ്റോഡ്സിനെ കില്ല് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവയ്ക്ക് നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. എ ഫീച്ചർ ഇവോൾവ് ഇൻഡിപെൻഡന്റ്ലി ഇൻ മെനി ഫംഗൽ ലീനിയേജ്. ഓക്കെ, ബാക്കിയുള്ള ഫംഗസിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു പ്ലൂറോട്ടസിൽ മാത്രം കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു നൈട്രജൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർണിവോറസ് ആയിട്ടുള്ള ആ ഒരു എബിലിറ്റി കാണിക്കുക എന്നുള്ളത്. then അവയുടെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ദേ ആർ ദ കോർ റോൾ ഓഫ് എസെൻഷ്യൽ ഡീകമ്പോസസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ വൈറ്റ് റോഡ് ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. പ്ലൂറോട്ടസിൽ ഇവയാണ് പ്രൈമറി ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്.
അതായത് അവ വുഡിലാണ് നിൽക്കുന്നത്. ആ വുഡിലുള്ള ലിഗ്നിനെ ഡിക്കമ്പോസ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വൈറ്റ് റൂട്ട് ഫംഗസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ന്യൂട്രിയന്റ് സൈക്ലേഴ്സ്. ദേ ആർ ക്രൂഷ്യൽ ഫോർ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. കാർബൺ, നൈട്രജൻ പോലെയുള്ള ന്യൂട്രിയൻസിനെ എക്കോസിസ്റ്റത്തിലേക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇതേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഹാർഡ് വുഡും ഓർഗാനിക് ഡബ്രിസും ഒക്കെ ഡീകേ ചെയ്തതിന് ശേഷം. ദെൻ ഫോറസ്റ്റ് ഹെൽത്ത്. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഇങ്ങനെ ആ ഒരു ബിൽഡപ്പ് ചെയ്ത് അവിടെ ഇങ്ങനെ ലോഗ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അതായത് അവയെ ഡീകമ്പോസ് ചെയ്യുന്നത് കാരണം അക്യുമുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അതാണ് എസെൻഷ്യൽ ഡീകമ്പോസിഷൻ കൊണ്ടുള്ള അവയുടെ ഇമ്പോർട്ടൻസ് എക്കോളജിക്കലി. ദെൻ രണ്ടാമത്തേതാണ് യുണീക്ക് നൈട്രജൻ സോഴ്സ്. നേരത്തെ പറഞ്ഞ ആ ഒരു കാർണിവോറസ് ഹാബിറ്റ്. നെമറ്റോഡിനെ ട്രാപ്പ് ചെയ്യുന്ന മൈസീലിയം ഉപയോഗിച്ചിട്ട് അവയെ നെമറ്റോഡിനെ ട്രാപ്പ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂട്രിയന്റ് അക്വിസിഷൻ. അവ എന്ത് ചെയ്യും, ഈ ഒരു വുഡ് ഹാബിറ്റാറ്റിൽ നിന്ന് വുഡിൽ നിന്ന് എസെൻഷ്യൽ ന്യൂട്രിയൻസ് നൈട്രജൻ പോലെയുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ ആണ് മൈക്കോ റെമഡിയേഷൻ ആപ്ലിക്കേഷൻ. അതിൽ ഒന്നാമത്തേത് പൊല്യൂട്ടന്റ് ഡീഗ്രഡേഷൻ ആണ്. അതായത് ഇവയിലുള്ള ചില പവർഫുൾ എൻസൈംസ് എന്ത് ചെയ്യും, എൻവയൺമെന്റിലുള്ള ഹസാർഡസ് ടോക്സിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടാർഗറ്റ്സ്. യൂസ്ഡ് ഇൻ ബയോറെമഡിയേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ്, ഡീസൽ ഓയിൽ, പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡൈസിലും ഇവയുടെ ഉപയോഗമുണ്ട്. ദെൻ വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് അഗ്രികൾച്ചറിലെയും ഇൻഡസ്ട്രിയിലെയും വേസ്റ്റസിനെ ബയോമാസ് ആയിട്ട്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഓയിസ്റ്റർ മഷ്റൂംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവയുടെ അതർ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഡിബിൾ കൾട്ടിവേഷൻ ആണ്. അതായത് മെജോറിറ്റിയിൽ ഈ ഒരു മഷ്റൂംസിൽ എന്താ എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് മെജോറിറ്റി ഒരു പ്ലൂറോട്ടസിൽ വരുന്നതാണ്. ഓക്കെ, പല ഇൻഡസ്ട്രിയിലും നല്ല വില കൊടുത്ത ആൾക്കാർ ഈ ഒരു മഷ്റൂംസിനൊക്കെ വാങ്ങുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ ഫുഡ് പ്രൊഡക്റ്റ് ആണ്. ഹൈ വാല്യൂഡ് ഇൻ കുളിനറി മാർക്കറ്റ്. ടേസ്റ്റിനും എന്താ ടെക്സ്ചേഴ്സിനും വെജിറ്റബിൾസിലും ടേസ്റ്റ് കൊടുക്കാനൊക്കെ ഒരു മഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, അതായത് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ്, ഹെൽത്ത് സംബന്ധമായിട്ടുള്ള സപ്ലിമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവയിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ, അതായത് മെഡിസിനൽ യൂസസ് ഉണ്ട്. കൊളസ്ട്രോൾ പോലെയുള്ള കൊളസ്ട്രോൾ ലോവറിംഗ് മെഡിക്കേഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ലോവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ സോഴ്സ് ആണ്. ഓക്കെ, ദെൻ ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഇതാണ് മെയിൻ ആയിട്ട് ഇവയുടെ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഇവയിൽ വരുന്ന കുറെ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പ്ലൂറോട്ടസ് ഓസ്ട്രിയാറ്റസ്. മോസ്റ്റ് വൈഡ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്ന എഡിബിൾ ആയിട്ടുള്ള ഈ ഒരു മഷ്റൂംസ് ആണ് ഓയിസ്റ്റർ മഷ്റൂംസിൽ വരുന്ന പ്ലൂറോട്ടസ് ഓസ്ട്രിയാറ്റസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേൾ അല്ലെങ്കിൽ ഗ്രേ ഓയിസ്റ്റർ മഷ്റൂം എന്നും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്ലൂറോട്ടസ് എറേഞ്ചി എന്ന് പറയുന്നത്. കിങ് ഓയിസ്റ്റർ മഷ്റൂം അല്ലെങ്കിൽ കിങ് ട്രംപറ്റ്സ് ആണ് ഇവയുടെ മറ്റൊരു പേര്. ലാർജസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഹൈലി തിക്കൻ. അവയുടെ സ്റ്റെമ്മ് കൂടുതൽ എന്താ ഫ്ലഷ്, നല്ല മീറ്റ് ഉള്ള ഉമാമി ഫ്ലേവർ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ചില കേസിൽ ഇവ പാരസൈറ്റ് ആയിട്ട് ഹെർബേഷ്യസ് പ്ലാന്റ്സിൽ, ചില അൺയൂഷ്വൽ കേസിൽ മാത്രം കാണുന്നുണ്ട്. ഓക്കെ, ദെൻ പ്ലൂറോട്ടസ് ജാമർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ, നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ആയിട്ടുള്ള ഓയിസ്റ്റർ മഷ്റൂം ആണ്. പോപ്പുലർ അവയുടെ വിഷ്വൽ അപ്പീൽ കൊണ്ട് അവർ വേഗത്തിൽ വളരുന്നത് കൊണ്ടും വാമർ ടെമ്പറേച്ചറിലും ഒക്കെയാണ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പ്ലൂറോട്ടസ് സിട്രിനോപൈലിയാറ്റസ് എന്ന് പറയുന്നത് ഗോൾഡൻ ഓയിസ്റ്റർ മഷ്റൂം ആണ്. ബ്രൈറ്റ് യെല്ലോ കളർ ആയിരിക്കും. ഹൈ ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ആണ് ഉണ്ടായിരിക്കുക. വാമർ ക്ലൈമറ്റിൽ കാണുന്ന ആൾക്കാരായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.